ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെയോ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ മാത്രം ചേർക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ വരെ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തിളപ്പിച്ച പാലൊന്നും അല്ല, പക്ഷേ ഇത് ചെറുതായി ചൂടാക്കിയ പാലാണ്. അതൊന്ന് ചെറിയ ചൂടോടുകൂടി പാലൊന്ന് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയെക്കാട്ടിലും കുറച്ചൊന്ന് ലൂസായ പരുവത്തിൽ കുഴച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ നമ്മളിത് സഹായിക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ നമ്മളിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ പുറമേ എണ്ണ തേച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇനി പരത്തി എടുക്കണം. അപ്പോൾ ഞാനിത് ഒന്ന് റോളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് നീട്ടി ഉരുട്ടിയതിന് ശേഷം ഇത് എല്ലാതും ഈക്വലായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കുകയും കൂടെ ചെയ്യണം. ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഡിന്നറായിട്ട് വേണമെങ്കിലും കഴിക്കാം. ഇതെല്ലാം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ എല്ലാം ഒന്ന് കറക്റ്റ് ഷേപ്പിലൊന്ന് ബോൾസ് ആക്കി എടുക്കുകയും കൂടെ ചെയ്യുക. എപ്പോഴും നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് മാറ്റി ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരൊറ്റ ചപ്പാത്തി ചൂടൽ കൊണ്ട് തന്നെ നമുക്ക് 5-6 ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, ചെറിയൊരു വട്ടത്തിൽ പരത്തിയെടുത്താൽ മതി. ബാക്കി നമ്മൾ ഇനിയും പരത്തും. അപ്പോൾ നമുക്ക് ഒറ്റ സെറ്റിൽ ഇങ്ങനെ അടുക്കിയടുക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ 4 മുതൽ 6 വരെ നമുക്ക് ലെയറുകളാക്കി പരത്തിയെടുക്കാൻ പറ്റും. എല്ലാം ഒരേ വലിപ്പത്തിൽ പരത്തിയെടുത്താലാണ് കുറച്ചും കൂടെ നന്നാവുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സൈസിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതത്ര ശരിയായിട്ട് വരില്ല. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനൊരു 4 സെറ്റാണ് ഒരുമിച്ച് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ 6 സെറ്റ് വരെ ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 6 സെറ്റ് വരെ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 4 സെറ്റ് ഇത് ഏകദേശമൊക്കെ ഒരേപോലെ രീതിയിൽ വരുന്ന രീതിയിലൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ബട്ടറും ഓയിലും കൂടെ മിക്സ് ആണേ. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതും ഇതിലേക്ക് കുറച്ച് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ബട്ടർ മാത്രം തൂത്താലും മതിയാകും. പിന്നെ ബട്ടർ ഇല്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിൽ അങ്ങനെ തൂത്താലും മതി. ഇപ്പം നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് പുറമേ ഒന്ന് അരിഞ്ഞത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ സ്റ്റേജ് ഒന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചേർക്കുന്നത് ഒരു വെറൈറ്റി രുചി തന്നെയാണ്. അപ്പം പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത പരത്തിയത് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എണ്ണ അല്ലെങ്കിൽ ബട്ടറൊക്കെ തേച്ച് കൊടുക്കുന്നത് അത് സോഫ്റ്റായിട്ടിരിക്കാനും ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ്. അപ്പം അതൊന്ന് തേച്ചിട്ട് ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം അതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ എല്ലാം ലെയറുകളാക്കി വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ നന്നായിട്ട് 2 സൈഡിലും ആക്കിയതിന് ശേഷം നമ്മളിതൊന്നും കൂടെ നന്നായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരത്തിയെടുക്കുമ്പോഴും എല്ലാ ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കണം. ചില സ്ഥലത്ത് നന്നായിട്ടൊന്ന് അമർത്തി പരത്തി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വിട്ട് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കട്ടിക്കാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് നോക്കിയിട്ട് പരത്തിയെടുക്കുക. ഇനി സൈഡൊക്കെ ഷേപ്പ് അല്ലെങ്കിൽ ഒന്ന് മുറിച്ച് റൗണ്ട് ആക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാനിതിട്ട് കൊടുക്കുകയാണ്.
അപ്പം നമുക്ക് ആദ്യം വെക്കുമ്പം നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഉടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒത്തിരി മൊരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ചെറുതായിട്ട് മൊരിയുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ പാനിൽ നിന്നും എടുത്തു മാറ്റാം. അപ്പോൾ അരികൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് സൈഡ് ഒന്ന് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് ആദ്യത്തെ ലെയർ ഒന്ന് എടുത്തു മാറ്റുകയാണ്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ കുറച്ച് മൊരിഞ്ഞതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ട്, ഇത് മാറ്റാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത്, എടുക്കുന്ന സമയത്ത് നമ്മൾ തീ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ അടിയിൽ ഭാഗമുള്ളത് കുറച്ച് കരിഞ്ഞു പോകും. അപ്പോൾ ഇതും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇത്ര തന്നെ മൊരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. മൊരിഞ്ഞാൽ ചിലപ്പം ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാവുന്ന പോലെ ആകും. അപ്പം ഇതും നമ്മൾ ഇതേപോലെ ഒന്ന് എടുക്കുകയാണ്. ഒറ്റ സെറ്റിൽ നമുക്ക് 6 വരെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ ചൂടാവും, ആവി കൊണ്ട് കൈയൊക്കെ പൊള്ളാതെ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ എല്ലാതും 6 ആയാലും എല്ലാം വേകുന്നത് കൊണ്ട്, നമ്മൾ വേകാനുള്ള സമയം കൊടുക്കുന്നതുകൊണ്ട് എത്ര ആയാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ കീറാതെ നന്നായിട്ട് എടുക്കണം, അത്രയൊന്നും ശ്രദ്ധിക്കാനേ ഉള്ളൂ. അപ്പം എല്ലാം ഇതുപോലെ തന്നെ നമ്മളൊന്ന് എടുക്കുകയാണ്. അപ്പം ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഇപ്പം 4 ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ പിറ്റേ ദിവസമായ വരെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ഒരു ചപ്പാത്തി പോലത്തെ നമ്മുടെ റെസിപ്പിയാണ്. നമ്മൾ പാലൊഴിച്ച് കുഴച്ചത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കൂട്ടുന്ന എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. ചിക്കൻ കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.